അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അമൽ ആൻഡ് പൂജ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഇപ്പം കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. എങ്ങനെയുണ്ട് മാരേജ്? സുഖം. എടുത്തു ചാടിയതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, എടുത്തു ചാടിയൊന്നുമല്ല. ആൾക്കാർക്ക് അറിയത്തില്ല. എന്തോ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നു. ആണോ? +1 കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നു, അണ്ടർ ഏജ് അല്ലേ, അപ്പൊ അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ. 18 വയസ്സായി. ആണോ? ഭയങ്കര. ഈ എത്ര നാളെ നിങ്ങളുടെ ലവ് സ്റ്റോറി? അപ്പൊ 3 വർഷം. 3 വർഷം എന്ന് പറയുമ്പോൾ 15 ഇയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു ആവറേജ് ഒരു 80 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോൾ ഒരു 18 കിലോമീറ്റർ മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. 18-19 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ പവർ കിട്ടില്ല എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പവർ കുറഞ്ഞ വണ്ടികൾക്ക് അല്പം പവർ കുറവായിരിക്കും, പവർ കൂടിയ വണ്ടികൾക്ക് അല്പം പവർ കൂടുതലായിരിക്കും. ഇപ്പൊ നമ്മുടെ 1248 cc എഞ്ചിനാണ് ഇതിന്റെ. അപ്പൊ ഇത് കാര്യമായിട്ട് നമുക്ക് ഫീലിംഗ് ഒന്നും അടിക്കില്ല, നല്ല സുഖമാണ് ഓടിക്കാൻ. എങ്ങനെയാ ഫസ്റ്റ് തൊട്ടൊന്ന് പറയുമല്ലോ. ഒരു കല്യാണത്തിന് വെച്ച് ഞാൻ പിന്നെ കാണുന്നത്, കല്യാണത്തിന് വെച്ച് കണ്ടപ്പം ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തായിരുന്നു. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിട്ടാ. എന്റെ ട്രൈ കണ്ട അവള് വീണു. ഇവന്റെ ഒരു ദിവസം കാണാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? എനിക്ക് ഇഷ്ടമാണ്. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. അങ്ങനെ യെസ് പറഞ്ഞു. എത്ര നാളെടുത്ത് യെസ് പറയാൻ? 5 ദിവസം. അങ്ങനെ യെസ് പറഞ്ഞു. എത്ര നാളെടുത്ത് യെസ് പറയാൻ? 5 ദിവസം. എന്ത് കണ്ടിട്ടാ അപ്പൊ ഇഷ്ടപ്പെട്ടെ? ഹൈറ്റ് ഒക്കെ വേണമെന്നുണ്ടായിരുന്നു. ബെസ്റ്റ്. എനിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടെ? കാണാൻ കൊള്ളാവുന്നതാണ് ഇഷ്ടമായത്. അപ്പൊ നാളെ പോയാലോ? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചത് ഒരു ആദ്യം ഊണ ആൻസറാ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഞ്ഞി കുടിച്ചത്. ഇപ്പോൾ ഒന്നും ചെയ്തില്ല. അപ്പൊ അതൊന്ന് വീട്ടിൽ പറഞ്ഞു കൊടുത്തു, അച്ഛനോട് ഓരോന്നൊക്കെ. അച്ഛനൊന്നും അങ്ങനെ എന്നോട് ചോദിച്ച്. ആദ്യം ഞാൻ കള്ളം പറഞ്ഞു, പക്ഷെ വീട്ടിൽ മനസ്സിലായി സംഭവം എന്താണെന്ന്. പെട്ടെന്ന് അച്ഛനെ അറിയാവുന്നവരാ ഞങ്ങളവിടെ ഉള്ളതെല്ലാം. അപ്പം അതൊക്കെ ചെന്ന് പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞെടുത്ത്. അങ്ങനെ ഒരു ദിവസം ഞാനങ്ങ് സമ്മതിച്ചു, എനിക്ക് അവനെ ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പൊ നല്ല അടി കിട്ടി. ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് കറങ്ങാൻ പോയി. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ആ പ്രപ്പോസൽ സീൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. എനിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു. ഐ ലവ് യു. ഫോട്ടോ സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. ഞാൻ പോകുന്നു. ബൈ ബൈ.